പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ഈ ആണ്ടിൻ്റെ അവസാന മാസം വലിയവനായ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പം നിൽപ്പാൻ ദൈവം തന്ന വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യും. ആണ്ടിൻ്റെ ആരംഭം കണ്ട പലരും ഇന്ന് ഈ ഭൂമിയിലില്ല. ഈ വർഷത്തെ അവസാന മാസം നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. വളരെ ഭാവിയുള്ള കുരുന്ന് ജീവിതങ്ങൾ വഴിയിൽ പൊലിഞ്ഞു പോകുന്നത് വാർത്തകൾ കണ്ടും കേട്ടും ഹൃദയത്തിൽ വേദനിക്കുന്നവരാണ് നമ്മൾ. അപ്രതീക്ഷിതമായി മരണം മനുഷ്യനെ വേട്ടയാടുന്നു. ഇതാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച. എന്നാൽ ആണ്ടിൻ്റെ അവസാനം വരെയും നമ്മളെ നിർത്തിയ ദൈവത്തെ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഈ ദിവസം വരെയും കൈപിടിച്ച് നടത്തിയ ദൈവത്തെ എങ്ങനെ നമുക്ക് വാഴ്ത്താതിരിക്കാൻ കഴിയും? രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പിന്നിട്ട വഴിയിൽ, അനർത്ഥങ്ങളും പരാജയങ്ങളും പിന്നിട്ട വഴിയിൽ, എല്ലാം നഷ്ടപ്പെട്ട നാളുകളിൽ, എല്ലാം കരുതിയ നാളുകളിൽ നമ്മളോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും നിന്ന ഈ ദിവസം വരേക്ക് നമ്മളെ സൂക്ഷിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തോട് നമ്മൾ എന്തു പറയും? നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം കൊണ്ട് പറയണം, എന്നാലും നീ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. പ്രഭാതം കണ്ട പലർക്കും സായങ്കാലം കാണാൻ കഴിഞ്ഞില്ല. സായാഹ്നം കണ്ട പലരും പ്രഭാതം കണ്ടില്ല. അത്രമാത്രം ചെറുതിയിൽ അനേകരെ മരണം ഭൂമിയിൽ നിന്നും മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും മാറ്റി ഞങ്ങളെ വേർതിരിച്ച് നിർത്തിയ നിന്റെ അദമ്യമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മരണം, മറ്റൊന്ന് ന്യായവിധിയാണ്. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നും വേദപുസ്തകത്തിൻ്റെ മറ്റിതര ഭാഗങ്ങളിൽ നിന്നുമുള്ള താഴ്വരകളെ കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ന്യായവിധിയുടെ താഴ്വരയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ശുദ്ധിയുള്ള യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിൽ കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തം, എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തം അവരോട് വ്യവഹരിക്കും. യഹോശാഫാത്ത് താഴ്വര. യഹോവ ന്യായം വിധിക്കും എന്നാണ് യഹോശാഫാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ ന്യായവിധികൾ എല്ലാ കാലത്തും മാനവരാശിയെ പുതിയ തലങ്ങളിലേക്കും മേഖലകളിലേക്കും മാറ്റുന്നതാണ്. ഒരുപക്ഷെ ന്യായവിധി ശിക്ഷാവിധിയാകാം, അല്ലെങ്കിൽ രക്ഷാവിധിയാകാം. ശിക്ഷാവിധിയായാലും രക്ഷാവിധിയായാലും ദൈവത്തിൻ്റെ ന്യായമായ വിധി ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ പിന്നിട്ട ജീവിതങ്ങളുടെ പൂർണ്ണമായ തലങ്ങളിലേക്ക്, അർത്ഥപൂരിതമായ മേഖലകളിലേക്ക്, യോഗ്യമായ തലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ന്യായവിധികളെല്ലാം. നമ്മൾ വായിച്ചു കേട്ട യഹോശാഫാത്ത് ന്യായവിധി, യഹോശാഫാത്ത് താഴ്വരയിലെ ന്യായവിധി, യെരുശലേമിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് എതിരായി ഒരു അവസാന ആക്രമണത്തിന് വേണ്ടി വരുന്നതാണ് ഈ അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളത് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. യെരുശലേമിന് കിഴക്കുള്ള യഹോശാഫാത്ത് താഴ്വരയിലാണ് സകല ജാതികളെയും
യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 28, 29 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 2 യുദ്ധങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. മറ്റൊന്ന് കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൽ യെഹോശാഫാത്ത് താഴ്വരയിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ചാണ്. അതിൻ്റെ കൃത്യമായ ഒരു രേഖാചിത്രം അത് വായിക്കുമ്പോൾ ഒരു വേദപണ്ഡിതാവിന് ലഭിക്കും. എന്തിനു വേണ്ടി അത് രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, കൃപായുഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാനും നല്ലവനായ കർത്താവിനെ ധ്യാനിപ്പാനും ദൈവം നമ്മളുമായിട്ടുള്ള സ്നേഹത്തെയും ബന്ധത്തെയും ദൃഢപ്പെടുത്തുവാനും ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മെ സഹായിക്കുന്നതാണ്. യെഹോശാഫാത്ത് താഴ്വരയിലെ യുദ്ധം അതൊരു ലോകമഹായുദ്ധമായിരിക്കാം. 9-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു: ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യോഗിപ്പിക്കുവീൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടുപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ടു വന്നുകൂടി. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനിരിക്കും. ആരാണ് യഹോശാഫാത്ത് താഴ്വരയിൽ ന്യായം വിധിക്കുന്നത്? യഹോവയായ ദൈവം യഹോശാഫാത്ത് താഴ്വരയിൽ ഇരുന്ന് സകല ജാതികളെയും ന്യായം വിധിക്കും എന്ന് രേഖപ്പെടുത്തുകയാണ്. ഈ പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചല്ല. യഹോശാഫാത്ത് താഴ്വരയിൽ സകല ജാതികളെയും ഒരുമിച്ച് കൂട്ടി അവരുടെ മേൽ യഹോവ നേരിട്ട് യുദ്ധം ചെയ്യുന്ന സാഹചര്യമാണ്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം, 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വസ്ത്രത്തിന്മേലും തുടമേലും രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് എഴുതി വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗീയ സൈന്യം ഒലിവുമലയിൽ കാൽകുത്തുന്ന കാലം, ഒലിവുമല 2ആയി പിളർന്നു പോകുന്ന കാലം, സ്വർഗത്തിൽ നിന്ന് കർത്താവിനോടുകൂടെ നാമും സ്വർഗീയ സൈന്യങ്ങളും മുഴുവൻ പ്രൗഢിയോടെ ഇറങ്ങി വരുന്ന ആ കാലത്ത് യഹോശാഫാത്ത് താഴ്വരയിൽ ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്നുമുള്ള സകല ജാതികളും ജാതീയ സൈന്യങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കും. പിശാച് അതിന്റെ മുഴുവൻ പ്രഭാവത്തോടെ പ്രവർത്തിക്കുന്ന നാളുകളാണത്. മഹാപീഡന കാലത്തിന്റെ അവസാന നാളുകളാണ്. കൃപായുഗത്തിന് ശേഷം 7 വർഷത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന അവസാനത്തെ വിഷയമാണത്. സകല ജാതികളെയും ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ കരുത്തുള്ള ശിക്ഷാവിധിക്ക് ജാതികൾ വിധേയമാകുന്നു. കാരണം ദൈവത്തെ വിട്ട്, ദൈവവചനത്തെ വിട്ടുമാറി പാപത്തിന്റെ വ്യവസ്ഥകളിൽ, പാപത്തിന്റെ വഴികളിൽ ജീവിച്ച് കർത്താവിന്റെ 1-ാം വരവിൽ അഥവാ മധ്യാകാശത്തെ വരവിൽ 1-ാം ഘട്ടത്തിലെ കർത്താവിന്റെ ആഗമനത്തിൽ എടുക്കപ്പെടാതെ പോകുന്ന സകല ജാതികളെയും നാമധേയ ക്രൈസ്തവരെയും യഹൂദ ജാതിയെയും നമുക്ക് യഹോശാഫാത്ത് താഴ്വരയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി കാണാം. അവിടെ കൂടി വരുന്ന സൈന്യത്തിന്റെ നേതാവ് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. അവർ ഉറക്കെ ആക്രോശിക്കുന്നത് രാജാവായി എഴുന്നള്ളുന്ന യേശു കർത്താവിനെ കൈയോടെ പിടിക്കണമെന്നാണ്. സ്വർഗീയ സൈന്യത്തോട്
യുദ്ധം ചെയ്യുമെന്നുള്ള ഫോഷ്ക്ക് സകല രാജ്യങ്ങളെയും, രാജ്യത്തിലെ ഭരണകർത്താക്കളെയും, രാജ്യത്തിലെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന അന്തിക്രിസ്തു കള്ളപ്രവാചകന്റെ ആത്മാവിൽ ബോധ്യപ്പെടുത്തി ഈ ചതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. വാൾ തന്റെ കൂട്ടാളിക്കെതിരെ ഉയരുന്നു. അവർ തമ്മിൽ തമ്മിൽ വെട്ടിച്ചാകുന്നു. ഉയരത്തിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവ് യുദ്ധം ചെയ്യേണ്ടതില്ല. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ അവർ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അന്യോന്യം വെട്ടിച്ചാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നത് ഇങ്ങനെയാണ്: കുതിരയുടെ കടിവാളങ്ങളോളം രക്തമുയർന്ന് 200 മൈൽ ഒഴുകും. സഖരിയ പ്രവാചകൻ അതിന് പറയുന്നത് യഹോവയുടെ അത്താഴം എന്നാണ്. ശവങ്ങളെ അടക്കാൻ കഴിയാത്തതുപോലെ അസംഖ്യം ജാതികൾ സ്വന്തം വാളുകളാൽ വെട്ടപ്പെട്ട് വീഴും. കുതിരയുടെ കടിവാളങ്ങളോളം രക്തമുയർന്ന് 200 മൈൽ ഒഴുകുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രക്തപ്രവാഹമാണ് അവിടെ നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. ഇതാണ് ജാതികളുടെ മേലുള്ള ന്യായവിധി, യഹോശാഫാത്ത് താഴ്വരയിലെ ന്യായവിധി. നാം ഒരു കാര്യം ഓർക്കണം: വിശ്വാസികളായിട്ടുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തിന്റെ ന്യായവിധി അനുഗ്രഹമാണ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് ഉൾപ്പെടെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അത് ശിക്ഷയ്ക്കല്ല, അത് പ്രതിഫലങ്ങളെ പ്രാപിക്കാനാണ്. ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലങ്ങളെ സ്വീകരിപ്പാനാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരിക. അവിടെ ശിക്ഷാവിധിയല്ല, അവിടെ പ്രതിഫലങ്ങളുടെ വിതരണമാണ്. ദൈവം തന്റെ ഭക്തന്മാർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത പ്രതിഫലങ്ങളെ പങ്കുവെക്കുന്നു. വിശ്വാസിയെ, നീ പതറാതെ, ദൈവ പൈതലെ, നീ ക്ഷീണിക്കാതെ, തളരാതെ, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന എൻ്റെ യേശു, വചനം തന്ന് പരിപോഷിപ്പിക്കുന്ന എൻ്റെ കർത്താവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജയോത്സവമായി നടത്തുന്ന എൻ്റെ കർത്താവ്, അവനെന്നും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. എന്നോടുള്ള സ്നേഹത്താൽ ഈ തിന്മ നിറഞ്ഞ ലോകത്ത് എന്നോടും നിങ്ങളോടും കാണിക്കുന്ന കരുണാതിരേകത്താൽ അവൻ നമ്മൾക്ക് നമ്മുടെ അധ്വാനത്തിന് ഒരു പ്രതിഫലവും നഷ്ടപരിഹാരവും എല്ലാം വിളമ്പുന്ന, പങ്കുവയ്ക്കുന്ന ആ നല്ല സുദിനം. 7 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കുന്ന, സ്വർഗം നേരിട്ട് നടത്തുന്ന യുദ്ധം. അവിടെ യുദ്ധത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ദൈവവചനം പഠിപ്പിക്കുന്നതനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ്റെ വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അഗ്നിപ്പൊയ്യിലേക്ക് തള്ളുകയാണ്. അങ്ങനെ അഗ്നിപ്പൊയ്യിൽ ആദ്യം വീഴുന്നത്, തീ നരകത്തിൽ ആദ്യം വീഴുന്നത് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. അത് അവരുടെ അവകാശമാണ്, അത് അവർക്കുള്ള സ്ഥലമാണ്. അവിടേക്ക് ആദ്യം അയക്കുന്നത് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ്. അതിന്റെ പിന്നാലെ അതിൻ്റെ അനുയായികളെ വിടും. നാം ഒരു കാര്യം ഗ്രഹിക്കണം: ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, ഏറ്റവും പ്രധാനപ്പെട്ടതും ഓർത്തിരിക്കേണ്ടതുമായ 2 കാര്യങ്ങൾ ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞല്ലോ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമാണ്.
എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യർക്കായി കൽപ്പിച്ചിരിക്കുകയാണ്. മരണമുണ്ടോ? ന്യായവിധിയുണ്ട്. ഈ മണ്ണിൽ നിന്ന് വിരിയുന്ന സകലർക്കും ന്യായവിധിയുണ്ട്. റോമാലേഖനം 8:1. എന്നാൽ ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എത്ര മനോഹരമാണ് ആ വാക്യം! എത്ര ആശ്വാസപ്രദമാണ് ആ വാക്യം! ക്രിസ്തയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, പക്ഷെ ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരണമുണ്ട്. എബ്രായ ലേഖനകർത്താവ് വളരെ കൃത്യമായി പറഞ്ഞു, നമ്മളുടെ സകല പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ ന്യായമായ വിധിയുണ്ടാകും. ശിക്ഷാവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അന്ത്യന്യായവിധി എന്ന് പറയുന്നത് വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയാണല്ലോ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ, സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ആബാലവൃദ്ധം വെള്ളസിംഹാസനത്തിൻ്റെ മുൻപാകെ കൂട്ടും. സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാന നാളിൽ മധ്യാകാശത്ത് അന്ത്യന്യായവിധിക്ക് വേണ്ടി വെള്ളസിംഹാസനത്തിൽ നീതിയുടെ ന്യായാധിപതിയായവൻ, നീതിമാനായവൻ, നീതി നടപ്പാക്കാൻ, പാപത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷ വിധിക്കാൻ, ദൈവത്തിൻ്റെ വൈരിയായ സാത്താന്റെ മേൽ എന്നേക്കുമായി ശിക്ഷ കൽപ്പിക്കാൻ, അവൻ്റെ പ്രണയാളികളായി അവൻ്റെ അനുയായികളായി നടക്കുന്ന സകല അന്ധകാരത്തിൻ്റെ മക്കളുടെ മേലും ശിക്ഷ കൽപ്പിച്ച് നിത്യനരകത്തിലേക്ക് അയക്കാൻ ഒരു അന്ത്യന്യായവിധി വെച്ചിട്ടുണ്ട്. അവിടെയാണ് നാം വായിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അന്ത്യന്യായവിധി നാളിൽ തുറക്കപ്പെടുന്ന പുസ്തകത്തിൽ പേരുണ്ടാകണം. ദൈവമക്കളെ, പേരുണ്ടാകണം. അതിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം ശ്രേഷ്ഠമാണ്. ഇത് കൃപയുടെ കാലയളവാണ്. ഇത് കൃപായുഗമാണ്. തന്നെ രക്ഷിതാവും കർത്താവുമായി ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയപൂർവ്വം ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10:9. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു എന്ന ഏകനാമം. മാനവരാശിയുടെ നടുവിൽ ഉയർത്തപ്പെട്ട ഒരേ ഒരു നാമം, യേശു എന്ന നാമം. പ്രിയരെ, ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന നമുക്ക് യഹോശാഫാത്ത് താഴ്വരയിലെ യുദ്ധം അപ്രസക്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നാളിൽ നാം കർത്താവിനോട് കൂടെയാണ്, കർത്താവിനൊപ്പമാണ്. സ്വർഗീയ സൈന്യങ്ങൾ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കൂട്ടത്തിൽ അവന്റെ സഭയാകുന്ന മണവാട്ടിയും ഉണ്ടാകും. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവനെ എതിരേൽപ്പാൻ തക്കവണ്ണം മേഘങ്ങളിൽ എടുക്കപ്പെടും.
ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് ഒരുമിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന നാൾ. സഭ അങ്ങനെ ഇവിടുന്ന് മാറ്റപ്പെടുന്നു. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കർത്താവ് എവിടെയായിരിക്കുന്നുവോ, എവിടെ പോകുന്നുവോ, എവിടെ ഇരിക്കുന്നുവോ, ഏത് സ്ഥാനത്താണോ, കർത്താവിനോടുകൂടി അവൻ്റെ മണവാട്ടിയായ കർത്താവിൻ്റെ കാന്തയായ നമ്മളുമുണ്ട്. എത്ര വലിയ പദവി ഒരു നോക്കിന് ഗതിയില്ലാത്ത നമുക്കവൻ തന്നു. ആകയാൽ ഈ കൃപയുടെ കാലയളവിൽ പാപത്തെ വിട്ടകന്ന് വിശുദ്ധിയോടെ ജീവിക്കാൻ നാം ഒരുങ്ങണം. കർത്താവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം. വിശുദ്ധിയിൽ ജീവിക്കണം. പാപം ചെയ്യാതെ ജീവിക്കണം. കർത്താവിനോടൊപ്പം ജീവിക്കണം. അതിനായിട്ട് ഒരുങ്ങണം ദൈവമക്കളെ. യഹോശാഫാത്ത് താഴ്വരയിൽ സകല ജാതികളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ താഴ്വരയിൽ ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവം താൻ ഇരുന്ന് ന്യായം വിധിക്കുന്ന നാളിൽ കർത്താവിനോടുകൂടെ നാം ആയിരിക്കും. പക്ഷേ ഈ ലോകത്തെ സകല ലോകരാഷ്ട്രങ്ങളെയും സകല ലോക നേതാക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടി അവർ തമ്മിൽ യുദ്ധം ചെയ്ത് കാലപുരിയിലേക്ക് യാത്രയാകും. അനേകരുടെ രക്തം അവിടെ വീഴും. അന്തിക്രിസ്തുവിൻ്റെ ചതിയിൽപ്പെടുന്ന സകലരും, അന്തിക്രിസ്തുവിൻ്റെ ഫോഷ്കിൽ വിശ്വസിക്കുന്ന സകലരും യഹോശാഫാത്ത് താഴ്വരയിൽ ഒന്നുകൂടും. അവിടെ അതിൻ്റെ അവസാനമായിരിക്കും. യഹോശാഫാത്ത് താഴ്വര, ന്യായവിധിയുടെ താഴ്വര, സകല ജാതികളെയും ന്യായം വിധിക്കുന്ന താഴ്വര. അതിൻ്റെ ശേഷം തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യം. തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് അവൻ സകല ജാതികളെയും ന്യായം വിധിക്കും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ ജാതികളെ യഹൂദനെ നോക്കി വേർതിരിച്ച് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കും. വചനത്തിൻ്റെ ഈ ആഴങ്ങളിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ കടന്നു ചെല്ലാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് ഞങ്ങൾ കേട്ടല്ലോ. നിന്നോടുകൂടെ ജീവിപ്പാൻ ഈ പ്രിയ പ്രേക്ഷകരെല്ലാം കർത്താവേ നിൻ്റെ രക്തത്താൽ മുദ്രയിടണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ